നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ചർച്ചയായി പാർവതി മിൽ. നാനോ ടെക്സ്റ്റൈൽ പാർക്ക് എന്ന എംപിയുടെ വാഗ്ദാനം പാലിച്ചില്ലെന്ന് തൊഴിലാളികൾ. പാർവതി മിൽ അടഞ്ഞിട്ട് ഒരു പതിറ്റാണ്ട്. വർണ്ണക്കാഴ്ചകളുടെ ദൃശ്യവിസ്മയം തീർത്ത് കൊല്ലം പൂരം. പൂരത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയത് 10,000. ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് പൂരം നടന്നത്. വീട്ടമ്മയുടെ കൈ തല്ലിയൊടിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. ഇളമാട് സ്വദേശി രാഹുൽ കൃഷ്ണനെയാണ് അറസ്റ്റ് ചെയ്തത്. സഹോദരനുമായുള്ള തർക്കത്തിലാണ് വീട്ടമ്മയെ ആക്രമിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പടുത്തിരിക്കെ കൊല്ലത്ത് വീണ്ടും ചർച്ചയായി പാർവതി മിൽ. നാനോ ടെക്സ്റ്റൈൽ പാർക്ക് എന്ന എംപിയുടെ വാഗ്ദാനം പാലിച്ചില്ലെന്ന ആരോപണവുമായി തൊഴിലാളികൾ രംഗത്തെത്തി. മില്ല് തുറന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളി സംഘടനകൾ കാലങ്ങളായി നിരവധി പ്രതിഷേധ കൂട്ടായ്മകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കൊല്ലത്തെ പാർവതി മില്ല് അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ട് കഴിയുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന്റെ ഭാഗമായിട്ടായിരുന്നു മില്ലിന്റെ പ്രവർത്തനം. പരാതി നിരവധിയായതോടെ മില്ല് തുറക്കുമെന്നും നാനോ ടെക്സ്റ്റൈൽസ് പാർക്ക് സ്ഥാപിക്കും എന്ന NK പ്രേമചന്ദ്രൻ MPയുടെ ഉറപ്പ് പാലിച്ചില്ലെന്ന് തൊഴിലാളികൾ പറഞ്ഞു. 34 വർഷം സർവീസുള്ള ഒരു ജീവനക്കാരനാണ് ഞാൻ. 15,000 രൂപയ്ക്ക് താഴെയുള്ള ശമ്പളമാണ് കിട്ടുന്നത്. മില്ലിൽ ഇതുവരെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. ഉത്തരവാദിത്വം എല്ലാവർക്കും ഉള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ് ഒട്ടിങ്ങുള്ളവർക്കാണ്. പക്ഷേ മില്ല് തുറന്ന് പ്രവർത്തിക്കണം. മില്ല് തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ജീവനക്കാർ പൂർണ്ണമായി സഹകരിക്കുന്നതാണ്. മില്ലിൽ അവശേഷിക്കുന്നത് 30ഓളം തൊഴിലാളികൾ മാത്രം. മില്ല് തുറക്കുക അല്ലെങ്കിൽ അർഹമായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ തൊഴിലാളികളും തൊഴിലാളി സംഘടനകളും ഉന്നയിക്കുന്നത്. മില്ലിന്റെ സ്ഥലം തിരികെ സംസ്ഥാനത്തിന് കൈമാറണമെന്ന് പലവട്ടം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അനുകൂല നടപടി മാത്രം ഉണ്ടായില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മാവേലിക്കര ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൺവെൻഷൻ നടത്തി. ചക്കുവള്ളിയിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തിയത്. UDF കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കൺവെൻഷൻ. ചക്കുവള്ളി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച കൺവെൻഷന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി നിർവഹിച്ചു. ബന്നിന്റെ മുകളിൽ മുന്തിരി ഇരിക്കുന്നത് പോലെയാണ് എല്ലാം കൊണ്ടും സമൃദ്ധമായ രാജ്യത്തിന്റെ അധികാരിയായിട്ട് മോദി മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതെന്ന് ഷാജി പറഞ്ഞു. മോദി ജനിക്കുന്നതിന് മുമ്പ് ഇന്ത്യ മഹാരാജ്യം പാകിസ്ഥാന്റെ മുമ്പിൽ യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. മോദി സംസാരിക്കുന്നതിന് മുമ്പ് ലോകോത്തരമായ ഒരു ഭരണഘടന ഈ രാജ്യത്തുണ്ടാക്കിയിട്ടുണ്ട്. ചായ വിറ്റ് നടക്കുന്ന കാലത്ത് ഇന്ത്യൻ റെയിൽവേയിലൂടെ തലങ്ങും ബലങ്ങും രാജധാനി എക്സ്പ്രസ് പോലെയുള്ള ട്രെയിനുകൾ ഓടിക്കളിച്ചിട്ടുണ്ട്. അറിയോങ്ങള്? എന്നിട്ട് അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു രാജ്യത്തിന്റെ മോളിൽ കയറിയിട്ട് മൂപ്പര് പറയാൻ മേക്ക് ഇൻ ഇന്ത്യ, ബന്നിന്റെ മുകളിൽ മുന്തിരി വെച്ചതുപോലെ. മുന്തിരിക്കറിയോ ഈ ബന്ന് എത്ര ചൂടായിട്ടാണ് ഇങ്ങനെ പൊന്തിയത്? ഏത് തീയിലാണ് ഇത് വലുതായത്? മുന്തിരിക്കറിയില്ലല്ലോ. എന്നിട്ട് അതിന്റെ മുതലാളിന്റെ മാതിരി മുന്തിരി ഉണ്ടാവും ബന്നിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അതുമാതിരിയാണ് ഇന്ത്യന്റെ മുകളിൽ ഈ നരേന്ദ്രമോദിക്ക് അറിയുമോ? മെനിഞ്ഞാന്ന് കഴിഞ്ഞ 4 ദിവസം മുമ്പ് QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിംഗ് ഉണ്ട്. ആ റാങ്കിങ്ങിൽ ഇന്ത്യയിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റിയായി തെരഞ്ഞെടുത്തത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയാണ്, JNU. UDF കുന്നത്തൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഗോകുലം അനിൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം തോപ്പിൽ ജമാൽ സ്വാഗത പ്രസംഗം നടത്തി. PK രവി, സുഹൈൽ അൻസാരി, കാരക്കാട്ട് അനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന ഭയപ്പാട് BJPക്ക് തുടങ്ങിയതായി യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇടപ്പള്ളിക്കോട്ടയിൽ സംഘടിപ്പിച്ച UDF പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന ഭയപ്പാട് BJPക്ക് വന്നു തുടങ്ങിയതായി യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇടപ്പള്ളിക്കോട്ടയിൽ സംഘടിപ്പിച്ച UDF പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർവേകൾ BJPക്ക് എതിരായി വന്നു തുടങ്ങി. ഇത് മനസ്സിലാക്കി ജനങ്ങളുടെ ഇടയിൽ വർഗീയത വളർത്തി വിദ്വേഷം പ്രചരിപ്പിച്ച് അധികാരത്തിലേറാൻ ശ്രമിക്കുകയാണ്. ഭരണത്തിനെതിരെ ശബ്ദിച്ചാൽ അവർ അഴിക്കുള്ളിലാവുന്ന അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഭരണത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ തിരുത്താൻ ശ്രമിച്ചാൽ അവർ അഴിക്കുള്ളിലായി മാറുന്ന ഒരു ജനാധിപത്യമായി മാറുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഗവൺമെന്റിനെതിരെ ശബ്ദിച്ചവർ അവർ ഒന്നുകിൽ ED
അല്ലെങ്കിൽ ഇൻകം ടാക്സ്, ഇങ്ങനെ റവന്യൂ വകുപ്പുകൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുദാഹരണമാണ് അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രിയാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം, കോഡ് ഓഫ് കണ്ടക്ട് വന്നതിന് ശേഷമാണ് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല, അത് എത്രത്തോളം ഈ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അതിനുള്ള തെളിവുകൾ ഏതൊക്കെയോ കാരണത്താൽ, കാരണം അഴിമതിക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിൻ്റെ അണ്ണാ ഹസാരെ പോലുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അന്ന് ഡൽഹിയിൽ നടന്ന സമരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആ പാർട്ടി പിന്നീട് രൂപീകരിക്കപ്പെടുന്നതും. ലീഗ് നേതാവ് KM ഷാജി പ്രഭാഷണം നടത്തി. തൊഴിലില്ലായ്മ, പട്ടിണി, ദാരിദ്ര്യം അവരല്ലേ അനുഭവിക്കുന്നത്? അതിന് പരിഹാരമുണ്ടോ? ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഇന്ത്യയിലെ ഹിന്ദു സഹോദരന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? വൈകാരികതയല്ല, അവന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടില്ല. എങ്ങനെ ശ്രമിക്കുക? ഞാൻ ഒറ്റ ഉദാഹരണം പറയാം, ദീർഘമായി പറയേണ്ട കാര്യമില്ല. കേരളത്തിൽ മോദിയുടെ പ്രതിപുരുഷൻ ആരാണ്? നമ്മളുടെ സുരേന്ദ്രനാണ്, കെ സുരേന്ദ്രൻ, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. മൂപ്പരാണല്ലോ ഇവിടുത്തെ BJPയുടെ പ്രതിനിധി. കോലത്ത് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. MSF ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജു, സുൽഫിക്കർ സലീം, മണക്കാട് നജ്മുദ്ദീൻ, സന്തോഷ് തുപ്പാശ്ശേരി, CP സുധീഷ് കുമാർ, ജസ്റ്റിൻ ജോൺ, MA കബീർ, മാമൂലിയിൽ സേതുക്കുട്ടൻ, E യൂസഫ് കുഞ്ഞ്, CS മോഹൻകുമാർ, G സേതുനാഥൻ പിള്ള, AM സാലി, പൊന്മന നിശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. CA അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി LDF ശൂരനാട് വടക്ക് കൺവെൻഷൻ നടത്തി. ശൂരനാട് വടക്ക് കണ്ണമത്ത് സംഘടിപ്പിച്ച കൺവെൻഷൻ മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി CA അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കൺവെൻഷൻ ചേർന്നത്. ഇടതുമുന്നണി ശൂരനാട് കിഴക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കൺവെൻഷൻ. ശൂരനാട് വടക്ക് കണ്ണമം ചന്തയിൽ സംഘടിപ്പിച്ച കൺവെൻഷന്റെ ഉദ്ഘാടനം മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിച്ചു. ജീവിച്ചിരിക്കുന്ന എല്ലാ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരും BJPയിൽ ചേർന്നു. മരിച്ചു പോവുകയും മരിച്ചു നിർത്തുകയും ജീവിച്ചിരിക്കുന്ന ചില ആളുകളുടെ മക്കളും BJPയിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ പത്തനംതിട്ട പോയി കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷനാണ് കോൺഗ്രസ്സുകാർക്ക്. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. ആന്റോ ആന്റണി വോട്ട് ചെയ്യണോ, AK ആന്റണി വോട്ട് ചെയ്യണോ എന്നുള്ള സംശയത്തിലാണ്. അനിൽ K ആന്റണി എന്നാണ് ബോർഡ് വെച്ചേക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ AK ആന്റണിയാ. കോൺഗ്രസ്സുകാരൻ AK ആന്റണി വോട്ട് ചെയ്യുമോ, AK ആന്റണി എന്നിട്ട് അവിടെ വോട്ട് ചെയ്യുമോ, ആന്റോ ആന്റണി വോട്ട് ചെയ്യുമോ? കോൺഗ്രസിന്റെ ജീവിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിമാരെല്ലാം BJPയിൽ ചേർന്നെന്നും മരിച്ചവരുടെ മക്കൾ ഉൾപ്പെടെ BJP കരുതി വെച്ചിരിക്കുന്ന പണച്ചാക്കിലേക്ക് ഊർന്നിറങ്ങുകയാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. CPM ശൂരനാട് കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ K സോമപ്രസാദ്, M ശിവശങ്കരൻ നായർ, R സുന്ദരേശൻ, സാബു ചക്കുവള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. മാവേലിക്കരയിലെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ സ്ഥാനാർത്ഥി പര്യടനം കുന്നത്തൂർ താലൂക്കിൽ നടന്നു. മൈനാഗപ്പള്ളി ICS ജംഗ്ഷനിൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മൈനാഗപ്പള്ളി ICS ജംഗ്ഷനിൽ നിന്നുമാണ് മാവേലിക്കരയിലെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചത്. ICS ജംഗ്ഷനിൽ ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊടിക്കുന്നിൽ സുരേഷിന് എല്ലാവിധ ഭാവുകളും ആശംസകളും നേരുകയാണ്. എല്ലാവരും അദ്ദേഹത്തിന്റെ ചിഹ്നമായ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. MH നസീർ, രാജേന്ദ്ര പ്രസാദ്, വിദ്യാരംഭം വിജയകുമാർ, PM സെയ്ദ്, ജെർമിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്ഥാനാർത്ഥിക്ക് കൈപ്പത്തി അടയാളത്തിൽ നിങ്ങൾ വിലയേറിയ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് മൈനാഗപ്പള്ളിയിലെ പ്രമുഖരായ സമ്മതിദായകരെ നേരിൽ കണ്ട് അഭ്യർത്ഥിക്കുന്ന സ്വീകരണ പര്യടന പരിപാടിയാണ് ICS ആരംഭിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 10-15 വർഷക്കാലമായി നിങ്ങളുടെ ലോക്സഭാംഗം നിലയിൽ ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഈ നാടിനോടൊപ്പം ഉണ്ടായിരുന്നു. ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥമായി നേതൃത്വം നൽകി നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിലെ ആവശ്യങ്ങൾ പാർലമെന്റ് നയിക്കുവാനും കേന്ദ്ര സർക്കാരിന്റെ പരമാവധി ആനുകൂല്യങ്ങൾ പദ്ധതികൾ നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് നേടിയെടുക്കുവാനും ഞാൻ എന്റെ കഴിവുകൾ വിനിയോഗിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഡോക്ടർ അംബേദ്കർ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. അംബേദ്കർ മെമ്മോറിയൽ കൾച്ചറൽ സെന്റർ ചാരുമൂട് ചാപ്റ്ററിന്റെ നേതൃത്വത്തിലാണ് ജയന്തി ആഘോഷം സംഘടിപ്പിച്ചത്. ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ കൾച്ചറൽ സെന്റർ ചാരുമൂട് ചാപ്റ്ററിന്റെ നേതൃത്വത്തിലാണ് 133ാമത് അംബേദ്കർ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചത്. ഗായകൻ പന്തളം ബാലൻ ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിലുള്ള യാത്രയിൽ ഏതാനും ചില സൗഹൃദങ്ങൾ മാത്രമുണ്ടായിരുന്നു. അതിൽ മതമില്ല, ജാതിയില്ല, ഇതൊന്നുമില്ലാതെ എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്.
അപ്പൊ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സംഗീതം കൊള്ളാമെങ്കിൽ എന്റെ നിറമോ എന്റെ മതമോ ഒന്നുമല്ല, ആ കഴിവിനെ അംഗീകരിക്കുമ്പോഴാണ് നമ്മുടെ നാട് വ്യത്യസ്തമാകുന്നത്. വള്ളികുന്നം പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പ്രിയരഞ്ജൻ, ഡോക്ടർ AV ആനന്ദരാജ്, അൻവർ താമരക്കുളം, KCB കുട്ടൻ, ഏരിയൽ സജീവ, ബിജു താമരക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ഇടമുറിയാത്ത താളങ്ങൾക്കൊപ്പം വർണ്ണക്കാഴ്ചകളുടെ ദൃശ്യവിസ്മയം തീർത്ത് കൊല്ലം പൂരം ഹൃദ്യാനുഭവമായി. ആശ്രാമം മൈതാനത്ത് നടന്ന പൂരത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയത് പതിനായിരങ്ങളാണ്. കനത്ത ചൂടിലും ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള പൂരത്തിൽ പുരുഷാരം നിറഞ്ഞു കവിഞ്ഞു. പുതിയകാവ് ഭഗവതിയുടെയും താമരക്കുളം മഹാഗണപതിയുടെയും തിടമ്പുകളേറ്റി 22 ഗജവീരന്മാരാണ് മുഖാമുഖം അണിനിരന്നത്. ചെറുപൂരങ്ങൾക്ക് അകമ്പടിയായി എത്തിയ ആനകൾ വേറെയും. രാവിലെ മുതൽ പൂരം എഴുന്നള്ളത്ത് ആരംഭിച്ചിരുന്നു. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും ചെറുപൂരങ്ങൾ വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെയാണ് ക്ഷേത്ര സന്നിധിയിലെത്തിയത്. ആനനീരട്ടായിരുന്നു പൂരത്തിന് മുന്നോടിയായുള്ള ആകർഷകമായ കാഴ്ച. ചെറുപൂരങ്ങളിൽ അകമ്പടിയായി എത്തിയ ഗജവീരന്മാർക്കെല്ലാം നീരാടാനുള്ള സൗകര്യം ക്ഷേത്രത്തിന് സമീപത്ത് തന്നെ സജ്ജീകരിച്ചിരുന്നു. തുടർന്ന് ആനയൂട്ടും നടന്നു. വൈകിട്ട് താമരക്കുളം മഹാഗണപതിയുടെ എഴുന്നള്ളത്തും പുതിയകാവ് ഭഗവതിയുടെ എഴുന്നള്ളത്തും ക്ഷേത്ര സന്നിധികളിൽ നിന്നും പുറപ്പെട്ടു. 2 എഴുന്നള്ളത്തുകളിലും 11 വീതം ഗജവീരന്മാരാണ് അണിനിരന്നത്. ഗജവീരനായ തൃക്കടവൂർ ശിവരാജുവാണ് പൂരത്തിന് ഭഗവാന്റെ തിടമ്പേറ്റിയത്. പുത്തംകുളം അനന്തപത്മനാഭൻ പുതിയകാവ് ഭഗവതിയുടെ തിടമ്പേറ്റി. ചിറക്കര ശ്രീരാമാണ് താമരക്കുളം ഗണപതിയുടെ തിടമ്പേറ്റിയത്. ആചാരങ്ങളുടെ ഭാഗമായുള്ള ചടങ്ങുകൾ പൂർത്തിയായതോടെ രാത്രി 7ഓടെ എഴുന്നള്ളത്തുകൾ ആശ്രാമത്തെ പൂരമൈതാനിയിൽ അണിനിരന്നു. അതിനു മുമ്പേ വൻ ജനാവലി പൂരക്കാഴ്ചയ്ക്ക് മൈതാനത്തെത്തിയിരുന്നു. മന്ത്രി KN ബാലഗോപാൽ കുടമാറ്റം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു കുടമാറ്റം. മുത്തുക്കുടകളും വർണ്ണക്കുടകളും മാറി മാറി ഉയർന്നു. ഇരുവിഭാഗങ്ങളും മേളത്തിനൊത്ത് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള കുടകൾ ഉയർത്തി കാണികളെ ആവേശം കൊള്ളിച്ചു. ഭഗവതിയുടെ തിരുമുമ്പിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് കാണുവാൻ കഴിയുക. പുതിയകാവ് ഭഗവതിയുടെ വിവിധ ദേശങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് ഇന്നത്തെ ഈ മാതൃകയാണ് കൊല്ലം പൂരത്തിന് പുതിയകാവ് മഹാഗണപതി. വ്യത്യസ്ത നിറങ്ങളിലുള്ള കുടകൾക്കിടയിലെ രൂപങ്ങൾ പൂരപ്രേമികൾക്ക് കാഴ്ചയുടെ നവ്യ അനുഭവം പകർന്നു. കൊടിമരങ്ങൾ, എടുപ്പുകുതിര, കാള, ജഗന്നാഥപുരി കുടകൾ, പൂക്കുടകൾ, അലങ്കാരക്കുടകൾ, ഉണ്ണിക്കണ്ണന്മാർ, ശിവപാർവതി, ശിവലിംഗം, മഹാവിഷ്ണു, ഊഞ്ഞാലാട്ടം, മയിൽ, തിരുപ്പതി കിരീടം, ഭരതനാട്യം, കൽവിളക്ക്, ആറന്മുളക്കണ്ണാടി, ചന്ദ്രയാൻ തുടങ്ങി ഇരുഭാഗത്തു നിന്നും ഓരോന്നായി ഉയർന്നത് പൂരപ്പൊലിമ തീർത്തു. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുടെ മുകളിൽ വെഞ്ചാമരവും ആലവട്ടവും വീശുന്ന കാഴ്ച കാണികൾക്ക് ഹരമായി. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ, LDF സ്ഥാനാർത്ഥി M മുകേഷ്, NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ G എന്നിവർ പൂരനഗരിയിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചിന്ത ജെറോമിനെ വധിക്കാൻ ശ്രമിച്ചെന്ന പേരിൽ യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ കേസെടുത്തത് കെട്ടിച്ചമച്ച ആരോപണത്തിന്റെ പേരിലാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അസൈൻ പള്ളിമുക്ക്. ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് അസൈൻ പറഞ്ഞു. ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടാതെ ടൗണിൽ നിന്നും 5 കിലോമീറ്റർ അകലെയുള്ള CPM അധീനതയിലുള്ള ഹോസ്പിറ്റലിൽ ചിന്താ ജെറോം പോയത് വ്യാജ തെളിവുണ്ടാക്കാനാണെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അസൈൻ പറഞ്ഞു. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കള്ളക്കേസ് എടുത്തിരിക്കുകയാണ്.
വധശ്രമം ഉൾപ്പെടെയുള്ള 308 വകുപ്പ് ചാർത്തി പോലീസ് എടുത്ത കേസ് റദ്ദ് ചെയ്യണം. എല്ലാവരും നിൽക്കെ ബിനോയ് ഷാനൂരിൻ്റെ വാഹനം തിരികെ വന്നു, ബാക്ക് എടുത്തു, വണ്ടി റിവേഴ്സ് എടുത്തു, പോകാൻ വേണ്ടി റിവേഴ്സ് എടുത്തു. അത് ഓടിച്ചിരുന്നത് സെയ്തലിയാണ്. ഇത് തിരികെ വന്നപ്പോഴത്തേക്ക് ചിന്തയുടെ ദേഹത്ത് തട്ടി എന്നാണ് പറയുന്നത്. ഞങ്ങളാരും തട്ടിയതായിട്ട് കണ്ടില്ല. അന്നേരം തന്നെ തൊട്ടടുത്തുള്ള കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പോകാതെ 4-5 പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ കഴിഞ്ഞ് CPMൻ്റെ അധീനതയിലുള്ള NS ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു തെളിവ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അക്രമം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു കള്ളക്കേസ് ഈ പറയപ്പെട്ട ചിന്താ ജെറോം രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. കള്ളക്കേസെടുത്തതിനെതിരെ യൂത്ത് കോൺഗ്രസും പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വീട്ടമ്മയുടെ കൈതല്ലിയൊടിച്ച കേസിൽ യുവാവിനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇളമാട് വെള്ളച്ചാൽ പൊയ്കേൽമുക്ക് സ്വദേശി രാഹുൽ കൃഷ്ണനെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയായ രാഹുൽ കൃഷ്ണൻ ഇളമാട് ഭരണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് ആക്രമണത്തിന് ഇരയായ സ്ത്രീയുടെ അനുജനുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. തുടർന്ന് പ്രതി സ്ത്രീ താമസിക്കുന്ന വീട്ടിലെത്തുകയും പരാതി പറയുകയും ചെയ്തു. എന്നാൽ ഇയാളുടെ പരാതി കേൾക്കുവാൻ ഇവർ കൂട്ടാക്കിയില്ല. ഇതിന്റെ വൈരാഗ്യത്തിൽ ഇവരുടെ മുഖത്തടിക്കുകയും റബ്ബർ മരത്തിന്റെ വേരുപയോഗിച്ച് വീടിന്റെ ഹാളിനുള്ളിൽ കടന്ന് വീട്ടമ്മയുടെ ഇടത് കൈയിൽ അടിക്കുകയും അടിയുടെ ആഘാതത്തിൽ ഇവരുടെ കൈക്ക് ഒടിവ് സംഭവിച്ചതായുമാണ് കേസ്. സ്ത്രീയുടെ പരാതിയിൽ കേസെടുത്ത ചടയമംഗലം പോലീസ് വെള്ളച്ചാലിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. CPM ചവറ ഏരിയ കമ്മിറ്റി അംഗത്തിന് സൂര്യാതാപമേറ്റു. പന്മന വെറ്റമുക്ക് ഉഷസിൽ R സുരേന്ദ്രൻപിള്ളയ്ക്കാണ് സൂര്യാഘാതമേറ്റത്. LDF സ്ഥാനാർത്ഥി M മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയായിരുന്നു സംഭവം. LDF സ്ഥാനാർത്ഥി M മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് CPM ചവറ ഏരിയ കമ്മിറ്റി അംഗത്തിന് സൂര്യാഘാതമേറ്റത്. പന്മന വെറ്റമുക്ക് ഉഷസിൽ 70-കാരനായ R സുരേന്ദ്രനാണ് സൂര്യാഘാതമേറ്റത്. കഴിഞ്ഞ ദിവസം പ്രചാരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് മടങ്ങി എത്തിയപ്പോഴാണ് ശരീരത്തിന്റെ പുറത്ത് പൊള്ളലേറ്റ പാടുകൾ കണ്ടത്. കുറച്ച് ദിവസങ്ങളിലായി കൊടുമ്പിരി കൊണ്ട് ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇപ്പോഴത്തെ ഈ ഹൈ ടെമ്പറേച്ചർ വകവെക്കാതാണ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നലെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് രാത്രി ഒരു 9-9:30 വീട്ടിൽ വന്ന് കുളിക്കുന്ന സമയത്ത് ഇങ്ങനെ ശരീരത്തിൻ്റെ പുറംഭാഗം പുറത്ത് ഇങ്ങനെ തടവി നോക്കിയപ്പോൾ ഒരു ഈ പൊള്ളൽ ഏറ്റാൽ ഉള്ള ഒരു അനുഭവം പോലെ ഒരു ഊരല് തടവി നോക്കിയപ്പോൾ ഒരു തിണപ്പ് പോലെ തോന്നി. അപ്പോൾ പിന്നെ അത് വീട്ടുകാരെ കാണിച്ചപ്പോൾ പറഞ്ഞ അവിടെ ഈ പൊള്ളലേറ്റ പോലെ കാണുന്നു 2-3 സ്ഥലത്ത്. ഇപ്പോഴാണ് മനസ്സിലായത് സൂര്യാഘാതമാണ്. ഇതേ തുടർന്ന് ചവറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ചർച്ചയായി പാർവതി മിൽ. നാനോ ടെക്സ്റ്റൈൽ പാർക്ക് എന്ന MPയുടെ വാഗ്ദാനം പാലിച്ചില്ലെന്ന് തൊഴിലാളികൾ. പാർവതി മിൽ അടഞ്ഞിട്ട് 1 പതിറ്റാണ്ട്. വർണ്ണക്കാഴ്ചകളുടെ ദൃശ്യവിസ്മയം തീർത്ത് കൊല്ലം പൂരം. പൂരത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയത് 10,000-ങ്ങൾ. ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് പൂരം നടന്നത്. വീട്ടമ്മയുടെ കൈതല്ലിയൊടിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. ഇളമാട് സ്വദേശി രാഹുൽ കൃഷ്ണനെയാണ് അറസ്റ്റ് ചെയ്തത്. സഹോദരനുമായുള്ള തർക്കത്തിലാണ് വീട്ടമ്മയെ ആക്രമിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.